ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോ ഹോണ്ടയുടെ CD ഡീലക്സ് വണ്ടി കുറച്ച് ദിവസം കയറിയൊക്കെ ഇരുന്നായിരുന്നു ഉപയോഗിക്കാണ്ടൊക്കെ. അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഓടിച്ചു നോക്കുന്ന സമയത്ത് ആക്സിലേറ്റർ ഓവറായിട്ട് റേസ് ആവും. അത് നമുക്ക് ആ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത് കൂടാതെ കൊണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കേണ്ടായിരുന്നു. അത് ക്ലച്ചിൻ്റെ ഡിസ്ക് കംപ്ലയിൻറ്റ്, അതായത് കിക്കറൊന്നും പിടിക്കില്ല കറക്റ്റായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ വണ്ടി നമ്മൾ ആക്സിലേറ്റർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്സിലേറ്റർ പെട്ടെന്നൊന്ന് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ റേസ് ആവും, എഞ്ചിൻ കിടന്ന് അരിക്കും, പക്ഷേ വണ്ടി മൂവ് ആവില്ല. അത് ആണ് എൻ്റെ ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം. അതേപോലെ അങ്ങനെ പറഞ്ഞ കേസിൽ കിക്കർ അടിക്കുമ്പോൾ കിക്കറും പിടിക്കില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ കേട്ടോ. പിന്നെ ബ്രേക്കൊക്കെ കയറി ജാമാവുണ്ടായിരുന്നു, ചാടി പിടിക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനറൊക്കെ ഫുള്ള് തീർന്ന് നിൽക്കണം കേട്ടോ. ഇത് ബാക്കിലത്തെ ബ്രേക്ക് ലൈനറാണ്. ഞാനത് പുതിയ ബ്രേക്ക് ലൈനറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, കമ്പനി ലൈനറിട്ടാണ്. അപ്പോൾ പുതിയത് നമ്മൾ അത് ചേഞ്ച് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ കേസൊക്കെ നോക്കിയായിരുന്നു. ഓയിൽ ലെവലുണ്ട്, ഒരല്പം കുറവുണ്ട്, കളറും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്യണ കൂട്ടത്തിൽ കൂടെ എഞ്ചിൻ ഓയിൽ മാറ്റിയാൽ മതി. കാരണം ഞാൻ ഓയിൽ ഇപ്പം നിലവിൽ ലെവലൊക്കെ ഉണ്ട് കേട്ടോ. ആക്സിലേറ്ററിൻ്റെ കേബിൾ, അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളാണ് കംപ്ലയിൻറ്റ്. കേബിൾ ഔട്ടർ വലിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ആക്സിലേറ്റർ കേബിൾ വരുമ്പോഴത്തേക്കും 100 രൂപ ആക്സിലേറ്റർ കേബിളിന് തന്നെയുണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ 135 രൂപനുണ്ട്. ബാക്കിലെ ബ്രേക്ക് ലൈനർ 280 രൂപ നമുക്ക് കോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം 100% സോൾവ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലച്ചിൻ്റെ ഡിസ്ക് ചേഞ്ച് ചെയ്താലാണ് അത് റെഡി ആവുള്ളൂ. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ കിക്കറിൻ്റെ അവസ്ഥ നോക്കാം. കിക്കർ വളരെ പ്ലേ വന്നിട്ട്, അത് തേമാനം വന്നിട്ട് നല്ല രീതിയിൽ പ്ലേ ആണ്. അപ്പോൾ ആ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ കിക്കർ അസംബ്ലിയെപ്പാടി മാറ്റിയിടാണെങ്കിൽ ആ പ്രോബ്ലം ഇവിടെ സോൾവ് ആയിട്ട് പോകും കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കിക്കറൊക്കെ അടിക്കണ സമയത്ത് സ്ലിപ്പായിട്ട് നമ്മുടെ കാല് ഡാമേജൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് അടിക്കുക, ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.